പാലക്കാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന അള്ളാച്ചിക്കൊമ്പനെ കാട് കയറ്റി 7 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആന കാട് കയറിയത്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന കൊമ്പൻ കുറച്ചൊന്നുമല്ല നാട്ടുകാരെ ഉറക്കം കെടുത്തിയിരുന്നത്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആന നാട്ടുകാരെ വലച്ചു. അതായത് 10-20ഓളം വീടുകളിൽ ഈ 2 ദിവസം തന്നെ രാത്രിയായിട്ട് കയറിക്കൊണ്ടിരുന്നതാണ്. ഈ വീട്ടിൽ നാട്ടി ആ വീട്ടിൽ പോയി ജനവാസം തുടർച്ചയായിട്ട് വീടുകളുള്ള ഏരിയയിലാണ് KN പുതൂർ പറയുന്ന ഭാഗത്താണ് ഈ നിലയുറപ്പിച്ചിട്ട് നിന്നുകൊണ്ടിരുന്നത്. രാവിലെ 7 മണിയോടെ തന്നെ അള്ളാച്ചിക്കൊമ്പൻ ചുള്ളിമടയിലുണ്ടായിരുന്നു. ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ കുങ്കി ആനകളും കളത്തിൽ റെഡിയായിരുന്നു. ആദ്യം പടക്കം പൊട്ടിച്ച് ആനയെ കാട് കയറ്റാൻ നോക്കി. റെയിൽവേ ട്രാക്ക് കടന്ന ആന തിരികെ ജനവാസ മേഖലയിലെത്തി. പക്ഷേ ആന കണക്കുകൂട്ടൽ തെറ്റിച്ച് തിരികെ വന്നു. പല കുറി വനം വകുപ്പിനെ തിരിച്ചും ആക്രമിച്ചു. ഒടുവിൽ പടക്കം പൊട്ടിച്ച് വീണ്ടും ട്രാക്കിലേക്ക്. 7 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആന കാട് കയറി. ഇപ്പോൾ കുങ്കി അപ്പുറത്തെ ഭാഗത്തുണ്ട്. ഇപ്പോൾ പടക്കം പൊട്ടിച്ച ആ ഭാഗത്തേക്ക് ആനയെ കൊണ്ടുവരികയാണ്. അതിന്റെ നിർണായക ദൃശ്യങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഉൾക്കാട്ടിലേക്ക് പോയി കൊട്ടാമുട്ടി ഭാഗത്താണ് അതിന്റെ മുകളിലേക്ക് കയറി പോയിട്ടുണ്ട് ആന. പിന്നെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിസര പ്രദേശം ജനങ്ങളെ മാറ്റി നിർത്തി ഈ ദൗത്യം സുഖകരമാക്കാൻ വേണ്ട സഹായം പഞ്ചായത്ത് വളരെ നല്ല രീതിയിൽ അവർ സഹകരിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷമുണ്ട്. ഫോറസ്റ്റിന്റെ ഇത്ര നേരം വരെയുള്ള അത്രയും അവരുടെ കഠിനമായ നല്ല അധ്വാനമാണ് ഇപ്പോൾ ഇത് നമുക്ക് വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പം ഇനി വരാതിരിക്കാനുള്ളൊരു പ്രവർത്തനം നല്ല രീതിക്ക് ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.